അഴീക്കോട് മണ്ഡലത്തിൽ BJP ഒരു വലിയ ഫാക്ടറൊന്നുമല്ല. സതീശൻ പാച്ചേരിയുടെ ഭാര്യയെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നല്ല തീരുമാനമായിരിക്കും. കുമ്മനത്തിനെ 2016 അവർ അവിടെ കൊണ്ടുപോയി ഇടാൻ പാടില്ലായിരുന്നു. അന്ന് കുമ്മനത്തിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർത്തിയിരുന്നെങ്കിൽ കുമ്മനം തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചു കയറുമായിരുന്നു. മുരളീധരനെ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നാൽ ഭയങ്കര മത്സരമായിരിക്കും നടക്കുന്നത്. ഇനി അവസാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ അവിടെ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിത്രം ആകെ മാറും. നമസ്കാരം, വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വട്ടിയൂർക്കാവും അതുപോലെ തന്നെ അഴീക്കോടിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ KV സുമേഷാണ് നിലവിലെ CPM-ന്റെ ജനപ്രതിനിധിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ആ ഒരു മണ്ഡലത്തിന്റെ സാധ്യത 2026 എങ്ങനെയായിരിക്കും? അഴീക്കോട് മണ്ഡലം എന്ന് പറയുമ്പോൾ കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് അഴീക്കോട്. ശരിക്കും അതൊരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രം തന്നെയാണ് അഴീക്കോട്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത്. അപ്പോൾ ഈ അഴീക്കോടിനകത്ത് മത്സരിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞാൽ CPM-ന് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് 87 അവിടെ MP രാഘവൻ CMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പം അദ്ദേഹം ജയിക്കുന്നു. പിന്നെ 2 തവണ 2011-ലും 2016-ലും വയനാടൻ ചുരം ഇറങ്ങി വന്ന ഷാജി അവിടെ പിടിക്കുന്നു. ഈ മണ്ഡലം രൂപീകരിക്കപ്പെടുന്ന 1977-ലാണ്. 1977-ൽ രൂപീകരിക്കപ്പെട്ട ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ട് പ്രതിനിധീകരിക്കുന്നത് ചടയം ഗോവിന്ദനാണ്. സഖാവ് ചടയം ഗോവിന്ദൻ. ഒരുപക്ഷെ നമുക്ക് സഖാവ് എന്ന് തന്നെ ആത്മാർത്ഥമായി വിളിക്കാൻ തോന്നുന്ന, പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കാൻ മരണപ്പെട്ടു പോയ ഒരു വിശുദ്ധ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ചിട്ടുള്ള ചടയം ഗോവിന്ദൻ മത്സരിച്ച് വിജയിക്കുന്നു. അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് P ദേവ്യൂട്ടി 2 പ്രാവശ്യം 82-ൽ ജയിക്കുന്നു. പിന്നീട് CPM-ൽ നിന്ന് അച്ചടക്ക നടപടി വന്നപ്പോൾ വിട്ട് CMP ഉണ്ടാക്കിയ MP രാഘവൻ ആ സീറ്റ് ആദ്യമായി CPM-ൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അട്ടിമറി വിജയം നേടുന്നു. അങ്ങനെ പോയ സമയത്താണ് MP രാഘവനെ നിയമസഭയ്ക്കകത്തിട്ട് ഗോപി കോട്ടമുറിക്കൽ ഉൾപ്പെടെയുള്ളവർ, എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ ഉൾപ്പെടെയുള്ള നിയമസഭയിൽ ചവിട്ടിക്കൂട്ടിയത്. അന്ന് ഗോപി കോട്ടമുറിക്കൽ പിറവത്തുനിന്ന് TM ജേക്കബിനെ തോപ്പിച്ച് നിയമസഭയിലെത്തിയതാണ്. പിന്നീട് പുള്ളിയുടെ ആ അഭ്യാസം കണ്ടതിന് ശേഷം പിന്നീട് നിയമസഭ പിന്നെ കണ്ടിട്ടുമില്ല. അപ്പം MP രാഘവൻ അട്ടിമറി വിജയം നേടുന്നു. പിന്നീട് അദ്ദേഹം 91-ൽ കരുണാകരൻ മന്ത്രിസഭയുടെ സമയത്ത് സഹകരണ മന്ത്രിയായി. പക്ഷേ 91-ൽ അവിടെ നിന്നല്ല മത്സരിച്ച് വിജയിച്ചത്, കടക്കൂട്ടത്ത് നിന്ന് തോന്നുന്നു. മത്സരിച്ച് വിജയിച്ച് സഹകരണ മന്ത്രിയാവുന്നു. ഈ MP രാഘവൻ തുടക്കമിട്ട പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രം ഈ മണ്ഡലത്തിനകത്ത് പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്ക് MP രാഘവനോടുള്ള ദേഷ്യത്തിന്, MP രാഘവനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് നമ്മുടെ സഖാക്കളെല്ലാം കൂടെ മുണ്ടും മടക്കി കുത്തി മണ്ണെണ്ണയൊക്കെ ആയിട്ട് ചെന്ന് ഈ പാമ്പുകളെല്ലാം തീയിട്ട് കൊന്നു. ഇത് കണ്ടാൽ തോന്നി ഈ പാമ്പുകൾ വോട്ട് ചെയ്തിട്ടാണ് MP രാഘവന്, പിന്നെ MP രാഘവൻ്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ട് പാമ്പുകൾക്കെന്ന് തോന്നും. കാരണം ഈ പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രത്തിന് MP രാഘവൻ തുടക്കമിട്ടതും ആ പ്രദേശത്തൊക്കെ വല്ലാതെ വിഷപ്പാമ്പുകളുടെ ശല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് സഖാക്കൾ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച പല ആത്മസഹോദരങ്ങളെപ്പോലെയുള്ള സഖാക്കൾ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടതിൽ നിന്നുള്ള വിങ്ങലിൽ നിന്നാണ് അദ്ദേഹം ഈ പാപ്പിനിശ്ശേരി വിഷ ചികിത്സാ കേന്ദ്രത്തിന് തുടക്കമിടുന്നത്. ഏറ്റവും ഫലപ്രദമായിട്ട് ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥലവുമാണത്. അപ്പോൾ അതിന് തീയിട്ട ആൾക്കാരാണ് സഖാക്കൾ. എന്തായിരുന്നാലും ആ മണ്ഡലത്തിൽ പിന്നീട് TK ബാലൻ വരുന്നു. EP ജയരാജൻ 91-ൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. M പ്രകാശൻ മാസ്റ്റർ മത്സരിച്ച് വിജയിക്കുന്നു. 2005-ൽ പിന്നെ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലാണ് വരുന്നത്. പിന്നെ 2006-ൽ വീണ്ടും TK ബാലൻ്റെ മരണശേഷം 2011-ൽ ഷാജി പോയിട്ട് മത്സരിക്കുന്നു. ഷാജി അന്ന് മത്സരിച്ച് വിജയിക്കുന്നു. 2016-ൽ നമ്മളെ നികേഷ് കുമാർ പോയിട്ട് മത്സരിച്ചപ്പം നികേഷ് കുമാറിനെയും 3000-ഓളം വോട്ടുകൾക്ക് KM ഷാജി പരാജയപ്പെടുത്തുന്നു. നികേഷ് കുമാർ കിണറ്റിലൊക്കെ ഇറങ്ങി പിന്നെ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ അതിലൊക്കെയുള്ള വൈദഗ്ധ്യമൊക്കെ തെളിയിച്ച് അവിടുന്ന് ലൈവൊക്കെ ഇട്ട് അങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം കാണിച്ചെങ്കിലും ഇറങ്ങാൻ അറിയുമെന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പിന്നെ നികേഷ് കുമാറിൻ്റെ ഫോണിന് കുറേ ദിവസം പ്രശ്നമായിരുന്നെന്നാണ് പറഞ്ഞത്. വേനൽക്കാലത്തെല്ലാം ആൾക്കാർ വിളിക്കുന്നു, കിണർ തേകാറുണ്ടെന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കായിരുന്നു പറഞ്ഞു കേൾക്കാറില്ല. എന്തായിരുന്നാലും 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ KV സുമേഷ് അവിടെ മത്സരിക്കുന്നു. KM ഷാജിയെ പരാജയപ്പെടുത്തുന്നു. 3000 വോട്ടിന് 2016-ൽ വിജയിച്ച ഇദ്ദേഹത്തെ ഏകദേശം 6000-ഓളം വോട്ടുകൾക്കാണ് KV സുമേഷ് പരാജയപ്പെടുത്തുന്നത്. 6000-ൽ പരം വോട്ടുകൾക്ക്. അവിടെ പിന്നെ 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വോട്ടൊന്നും കിട്ടിയിട്ടില്ല. 15741 വോട്ട്. അത് മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല, അങ്ങനെ അവരുടെ വലിയ കണ്ണു വെച്ചിട്ടുള്ള മണ്ഡലമൊന്നുമല്ല. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ സുധാകരൻ ലീഡ് നേടി ആ മണ്ഡലത്തിൽ. അത് വ്യാപകമായൊരു തരംഗമായിരുന്നല്ലോ. അപ്പോൾ 2021-ലേതാണോ സാമ്പിൾ അതോ 2024-ലെ സാമ്പിളാണോ നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ചർച്ചയും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 2024-ലെ ട്രെൻഡ് തന്നെയായിരിക്കും 2026-ൽ വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ KV സുമേഷ് ആളുകൾക്ക് സ്വീകാര്യനായിരുന്നു. സൗമ്യനാണ്. ആരടുത്തും ആവശ്യമില്ലാത്ത അഹങ്കാരവും ജാടയും നമ്മളെ സാധാരണ കുട്ടിസഖാക്കൾ കാണിക്കുന്ന വൃത്തികേടിനും ഒന്നും പോകാത്ത ഒരു നല്ല സത്യസന്ധനായ വിനയത്തോട് കൂടിയിട്ട് ആൾക്കാരോട് പെരുമാറുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരു യുവ രാഷ്ട്രീയ നേതാവാണ്. നിയമസഭയ്ക്കകത്താണെങ്കിലും ആവശ്യമില്ലാത്ത വെല്ലുവിളിക്കോ കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. അനുവദിക്കപ്പെട്ട സമയത്തിനകം കാര്യങ്ങൾ അവതരിപ്പിച്ച് പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴോ ഒക്കെ അങ്ങനെ ചെയ്യുന്ന ആളാണ്. SFIയിലൂടെ കടന്നു വന്നതാണ്. SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അതിനുശേഷം പിന്നീട്
പിന്നെ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്നു കാരായി രാജൻ മാറുന്ന സമയത്ത്. കെ.വി. സുമേഷ് വീണ്ടും നിന്നാൽ ആ മണ്ഡലത്തിൽ അവർ ജയിക്കാൻ തന്നെയാണ് സാധ്യത. CPM തന്നെ ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KM ഷാജിക്ക് അവിടെ KM ഷാജി ഇനി അഴീക്കോട് മണ്ഡലത്തിൽ KM ഷാജിയെ മത്സരിപ്പിക്കില്ല. KM ഷാജി പേര് ഉയർന്നു വരുന്നത് ഒന്ന് കാസർഗോഡ് മണ്ഡലത്തിലാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്, പിന്നെ കൊടുവള്ളി മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വേറെ ഏതെങ്കിലും സീറ്റിലായിരിക്കും. ഷാജി അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ അവിടെ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളത് അബ്ദുൽ കരീം ചേലേരി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹമാണ് മത്സരിക്കാൻ സാധ്യത. മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ അബ്ദുൽ കരീം ചേലേരി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗ് അല്ല, ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് കണ്ണൂർ സീറ്റ് മുസ്ലിം ലീഗിന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂർ മണ്ഡലം പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അബ്ദുൽ കരീം ചേലേരിയെ ചിലപ്പോൾ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന് പ്ലേസ് ചെയ്യുന്ന ആരെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ, ആരെയായിരിക്കും അവിടെ നിർത്തുക എന്നുള്ളത് വലിയ സംശയമാണ്. കാരണം കോൺഗ്രസിന് അവിടെ നിർത്താൻ പറ്റിയൊരു കാൻഡിഡേറ്റ് ഒന്നും കാര്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നുള്ളത് റിജിൽ പൂക്കുറ്റിയാണ്, അല്ല റിജിൽ മാക്കുറ്റി ആയാലും പൂക്കുറ്റി ആയാലും എല്ലാം കണക്കാം. കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് അവിടെ നിന്നാലും കണ്ണൂർ നിന്നാലും രണ്ടിടത്തും നോട്ടമുണ്ട്. എവിടെ കൊണ്ടുപോയി നിർത്തിയാലും നിൽക്കാൻ റെഡി, എവിടെയെങ്കിലും ഒന്ന് മത്സരിച്ചാൽ മതി എന്നുള്ളതേ ഉള്ളൂ പുള്ളിക്ക്. റിജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്ത് നിന്നാലും തോൽവി ഉറപ്പിച്ചു. റിജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഒന്നും കയ്യിൽ നിന്ന് മുടക്കരുതെന്ന് റിജിൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഉപദേശം. കാരണം വെറുതെ പൈസയും കൂടെ പോയി കിട്ടും. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ നിർത്താൻ പറ്റുന്നൊരു കാൻഡിഡേറ്റ് കോൺഗ്രസിനുള്ളത് കണ്ണൂരാണ്. കോൺഗ്രസ് തന്നെ കണ്ണൂർ മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂരാണെങ്കിലും അവിടെ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അന്തരിച്ചു പോയ പഴയ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പിന്നെ ഇവരുടെ DCC പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. മലമ്പുഴയിൽ VS അച്യുതാനന്ദനെ 4000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ കെട്ടിയിട്ട ഒരു ഘട്ടത്തിൽ 2001 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു. സതീശൻ പാച്ചേനി കാലത്തിൽ മരണപ്പെട്ടു. സാമ്പത്തികമായിട്ടും വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊക്കെയുള്ള പിന്നെ വളരെ നല്ലൊരു പിന്നെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. എവിടെ എത്തിയില്ല. ഇതിനകത്ത് ഗ്രൂപ്പീസൊക്കെ കാരണം ഒതുക്കപ്പെട്ടു പോയി. സതീശൻ പാച്ചേനി പെട്ടെന്ന് ഹൃദയാഘാതം വന്നിട്ടാണ് മരണപ്പെട്ടതെന്ന് എൻ്റെ ഓർമ്മ. 2022 അദ്ദേഹം മരണപ്പെടുന്നത്. സതീശൻ പാച്ചേനിയുടെ ഭാര്യയെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നല്ല തീരുമാനമായിരിക്കും. കാരണം സതീശൻ പാച്ചേനി എവിടെ എത്താതെ പോയല്ലോ എന്നുള്ള ഒരു ആളുകൾക്കൊരു സഹതാപമൊക്കെ ഉണ്ട്. അത് വോട്ടാക്കി മാറ്റാം. ജയിക്കോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റില്ല. BJP അഴീക്കോട് മണ്ഡലത്തിൽ BJP ഒരു വലിയ ഫാക്ടറൊന്നുമല്ല. BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാവും. അത് എവിടെ നിന്നാണ് ചോർന്ന് പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കോൺഗ്രസിനേക്കാൾ അപ്പുറം CPM എന്നായിരിക്കും. എന്നാൽ തന്നെ പിന്നെ സുമേഷ് സ്വന്തമായി അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും സുമേഷ് തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ. KV സുമേഷ് തന്നെയാണ് പിന്നെ CPMന്റെ സ്ഥാനാർത്ഥി. ഒരു സംശയമൊന്നുമില്ല, കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ചെറുപ്പക്കാരനാണ്. ഒരു നെഗറ്റീവ് നമുക്ക് പറയാനില്ലാത്ത ഒരാളാണ്. ആകെയുള്ളത് സുമേഷിന്റെ നേതാക്കന്മാരും ബാക്കിയുള്ളവരും കൂടെ നടക്കുന്നവരെല്ലാം ഈ ഗുണ്ടായിസും അക്രമമായിട്ട് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സുമേഷിനെ കുറിച്ച് മോശപ്പെട്ട ഒരക്ഷരം പോലും ഇതുവരെ എങ്ങനെ നോക്കിയിട്ട് പോലും ഏത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം. വളരെ സംശുദ്ധനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അഹങ്കാരം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് റെസ്പെക്റ്റ് തോന്നുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്. ഇപ്പുറത്ത് സതീശൻ പാച്ചേനിയുടെ ഭാര്യയെ കോൺഗ്രസ് ആലോചിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോഴും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് അല്ലല്ലോ. അല്ല, സതീശൻ പാച്ചേനി എന്ന് പറയുന്നത് തന്നെ ഒരു പിന്നെ ബ്രാൻഡായിട്ട് മനസ്സിൽ ആൾക്കാർക്ക് നിൽക്കുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, ഇപ്പുറത്തുള്ള നിഷ്പക്ഷരായ ആളുകൾക്കും അങ്ങനെ ആ മരണപ്പെട്ട ഒരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പം നല്ലൊരു മത്സരമൊക്കെ നടക്കും. പക്ഷേ അഴീക്കോട് മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ KV സുമേഷ് തന്നെ വീണ്ടും മത്സരിക്കുകയും അദ്ദേഹം തന്നെ പിന്നെ മത്സരത്തിൽ വിജയിക്കാനുമാണ് സാധ്യത. പിന്നെ അബ്ദുൽ കരീം ചേലേരിയാണ് ലീഗ് തന്നെയാണ് അവിടെ മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹവും നന്നായിട്ട് അവിടെ അടിത്തട്ടിൽ സ്വാധീനമുള്ള ഒരാളാണ്. നല്ല മത്സരം നടക്കും. പിന്നെ ഇനി വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ചിലപ്പോൾ ട്രെൻഡൊക്കെ മാറും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ട്രെൻഡ് മാറും. ഈ വട്ടിയൂർക്കാവിലേക്ക് വന്നു കഴിയുമ്പോൾ VK പ്രശാന്താണ് നിലവിലെ അവിടുത്തെ MLA. എങ്ങനെയായിരിക്കും VK പ്രശാന്ത് തുടരുമോ? VK പ്രശാന്ത് ഒരു നല്ല നിയമസഭാ സാമാജികൻ കൂടിയാണ്. എങ്ങനെയാണ് ആ മണ്ഡലത്തെ അങ്ങ് വിലയിരുത്തുന്നത്? വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുമ്പം അങ്ങനെ പ്രത്യേകിച്ച് ആരോടും പ്രത്യേകിച്ച് കൂറ് കാണിക്കാത്ത അങ്ങനെ ഒരു കുത്തക മണ്ഡലമൊന്നുമല്ല വട്ടിയൂർക്കാവിൽ. വട്ടിയൂർക്കാവ് മണ്ഡലം 2008 ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അതിന് ശേഷം വന്നിട്ടുള്ള പിന്നെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം വന്ന മണ്ഡലമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2011 അന്ന് K മുരളീധരൻ മത്സരിക്കുന്നു, വിജയിക്കുന്നു. അന്ന് K മുരളീധരന് എതിരെ മത്സരിച്ചത് ചെറിയാൻ ഫിലിപ്പാണ്, സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. പുള്ളി അടുത്ത സഹയാത്രികനായി ഇവിടെ നിന്ന് പിന്നെ ഇവരോട് പിണങ്ങി പെട്ടിയും കിടക്കെ എടുത്തിട്ട് ഇന്ദിരാഭവനിൽ നിന്നൊക്കെ സെൻട്രിൽ പോയി കിടന്ന പാവമാണ്. ഒന്നും ജീവിതത്തിൽ പാർലമെന്റ് രംഗത്തും ആയിട്ടില്ല. നമുക്ക് വളരെ അടുത്ത സുഹൃത്താണ്. അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് പിന്നെ BJP നേതാവായിട്ടുള്ള യുവമോർച്ചയിലാണ് VV രാജേഷ് 13,000 പരം വോട്ടാണ് പിടിച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ വീണ്ടും K മുരളീധരൻ മത്സരിക്കുന്നു. അന്ന് കുമ്മനം രാജശേഖരനാണ് എതിരായിട്ട് നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട്
കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോവുക. അല്ല, കോൺഗ്രസ് അല്ല, കോൺഗ്രസ് സി പി എം ആ 2020 തെരഞ്ഞെടുപ്പിൽ CPM 3-ാം സ്ഥാനത്തേക്ക് പോയി. അതായത് ആ 2016 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും BJP 2-ാം സ്ഥാനത്താണ്. 2021 കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു മൂന്നാമത്. അതെ, ഞാൻ പറയട്ടെ, 3 തെരഞ്ഞെടുപ്പിലും BJP 2-ാം സ്ഥാനത്താണ്. 3 തെരഞ്ഞെടുപ്പിലും. 2016 തെരഞ്ഞെടുപ്പിൽ CPM 3-ാം സ്ഥാനത്ത് പോയെങ്കിൽ 2019-ലും 2021-ലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി. BJP 2-ാം സ്ഥാനത്താണ്. മറ്റൊരു തമ്മിൽ 1-ാം സ്ഥാനവും 3-ാം സ്ഥാനമേ ഉള്ളൂ, 2-ാം സ്ഥാനം ഇല്ല. അങ്ങനെ പോകുന്നു. BJPക്ക് അപ്പോൾ വ്യക്തമായിട്ടൊരു സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. നല്ല വോട്ട് ബാങ്കുള്ള, അതുമല്ല ലോക്സഭ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്ത മണ്ഡലമാണ് അവിടെ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ശശി തരൂരാണ് ലീഡ് ചെയ്തത്. 53,545 വോട്ടുണ്ടായിരുന്നു. പക്ഷേ 40,000 വോട്ട്, പിന്നെ 40,000 വോട്ട് നിയമസഭയ്ക്ക് പിടിച്ച കുമ്മനം അവിടെ ലോക്സഭയ്ക്ക് മത്സരിച്ചപ്പോൾ 50,000 വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ 2024 തെരഞ്ഞെടുപ്പിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തു, 1-ാം സ്ഥാനത്തെത്തി. 53,025 വോട്ട്, 42.2% വോട്ടാണ്, പിന്നെ 0.02% വോട്ട് പിടിച്ചു. 2-ാം സ്ഥാനത്ത് ഇവര് എത്തിയത് പിന്നെ 44,863 വോട്ട് കോൺഗ്രസ് 2-ാം സ്ഥാനത്ത് 35.02% വോട്ട് പിടിച്ചു. BK പ്രശാന്തിൻ്റെ സീറ്റിൽ ഇടതുമുന്നണി പാവം പന്നിയൻ 3-ാം സ്ഥാനത്തേക്ക് പോയി, 28,336 വോട്ട്. അതായത് പിന്നെ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയതിൻ്റെ പകുതിക്ക് ഇച്ചിരി കൂടുതൽ മാത്രമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. 22.45% അവർക്ക് കിട്ടിയിട്ടുള്ള പിന്നെ വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ വരാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അതൊരു BJPക്ക് നല്ല സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അവർ A ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ VV രാജേഷ് അല്ലായിരുന്നെങ്കിൽ, VV രാജേഷിനോട് BJPക്കാർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. VV രാജേഷും ആനാവൂർ നാഗപ്പനും തമ്മിലുള്ള ചില ഇടപെടലുകൾ, ഡീല്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, കൂട്ടുകച്ചവടമൊക്കെ ഉണ്ട്. അങ്ങനത്തെ വിഷയങ്ങളും കൂടി വന്നില്ലായിരുന്നെങ്കിൽ ഈ കുമ്മനത്തിനെ 2016 അവർ അവിടെ കൊണ്ടുപോയി ഇടാൻ പാടില്ലായിരുന്നു. അന്ന് കുമ്മനത്തിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർത്തിയിരുന്നെങ്കിൽ കുമ്മനം തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചു കയറുമായിരുന്നു. VS ശിവകുമാറും ആന്റണി രാജുവും തമ്മിലായിരുന്നു മത്സരം. ആ മത്സരത്തിനകത്ത് ശ്രീശാന്ത് ആയതോടെ, ശ്രീശാന്തിനെ എന്ന് പറഞ്ഞാൽ ശ്രീശാന്ത് 30,000 മേലെ വോട്ട് പിടിച്ചു. പക്ഷേ ശ്രീശാന്തിന് പകരം അവിടെ കുമ്മനം നിന്നിരുന്നെങ്കിൽ ആ സീറ്റ് അന്ന് അവർക്ക് നിയമ സീറ്റിനെ അതുകൂടെ പിടിക്കാൻ പറ്റുമായിരുന്നു തിരുവനന്തപുരം. കാരണം ശ്രീശാന്തിനെതിരെ നെഗറ്റീവ്സും ഉണ്ടല്ലോ ഒരുപാട്. അന്നൊരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നല്ലോ ശ്രീശാന്തും, പിന്നെ അമ്മയുടെയൊക്കെ കാട്ടിക്കൂട്ടലും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് ശ്രീശാന്തിനേക്കാൾ അപ്പുറമായിരുന്നു അമ്മയുടെ അഹങ്കാരം. അപ്പം അങ്ങനെ വന്നിട്ട് പിന്നെ ഈ കരിയർ കുളമാക്കിയതാണ്. അതേസമയം 2019 ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പം പിന്നെ VK പ്രശാന്ത് ഏകദേശം 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അത് കോൺഗ്രസിനകത്ത് അടിവലിയും ഉണ്ടായിരുന്നു. മോഹൻകുമാർ, കാരണം അവിടെ ഭയങ്കര ഗ്രൂപ്പീസായി. പാലോട് രവി വേറെ വശത്ത്, ഇപ്പം തമ്പാനൂർ രവിന് അദ്ദേഹം ഇപ്പില്ല, അദ്ദേഹം വേറെ വശത്ത്, പിന്നെ ഈ മോഹൻകുമാർ വേറെ വശത്ത്. ഇവർ എല്ലാം കോൺഗ്രസിനകത്ത് അണികളല്ലോ, നേതാക്കന്മാരും ആണല്ലോ, എല്ലാവരും നേതാവാണല്ലോ. ഒരു കതറ് മാത്രം ഇട്ടാൽ മതി, എന്നാൽ പിന്നെ നേതാവായി. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വലിക്കലും പിന്നെ പാലവുപ്പും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരവിടെ ക്ലച്ച് പിടിച്ചിട്ടുമില്ല. 3-ാം സ്ഥാനത്താണ് പിന്നെ 19-ലും 21-ലും വന്നത്. അപ്പം VK പ്രശാന്ത് ആദ്യം വന്ന് നിൽക്കുമ്പോൾ ഈ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ, രണ്ടാമത് വന്ന് നിൽക്കുമ്പം കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി. അത് മാത്രമല്ല, പ്രശാന്ത് നന്നായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു. 54,000 വോട്ട് 2019 കിട്ടിയ പ്രശാന്ത് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നും 7,000 വോട്ട് കൂട്ടി 61,000 വോട്ടാക്കി. അങ്ങനെ 39,596 വോട്ടാണ് VV രാജേഷിന് കിട്ടിയത്. നല്ല സ്ഥാനാർത്ഥി നിർത്തിയാൽ ടൈറ്റ് ഫൈറ്റ് വരും. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ പ്രശാന്ത് ഒരു ടൈമും കൂടെ, അടുത്ത പ്രാവശ്യം കൂടെ പ്രശാന്ത് തന്നെ മത്സരിക്കും. കാരണം പ്രശാന്ത് 2 തവണ MLA ആയെന്ന് പറഞ്ഞാലും ഫുൾ ടൈം കിട്ടിയിട്ടില്ല. ആദ്യം ബൈ ഇലക്ഷനിലാണ് വട്ടിയൂർക്കാവിൽ നിന്ന് രാജിവെച്ച് MLA ആയ മുരളീധരൻ പിന്നെ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ ഒഴിവിലാണ് പിന്നീട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പം പ്രശാന്ത് വന്നു. പ്രശാന്ത് പിന്നീട് വോട്ട് വർദ്ധിപ്പിക്കുന്നു, ആളുകളുടെ ഇടയിൽ വളരെ സ്വീകാര്യനാവുന്നു. എന്തായിരുന്നാലും ഈ പ്രാവശ്യം പ്രശാന്ത് തന്നെയാണ് സ്ഥാനാർത്ഥി, അതിൽ ഡൗട്ടൊന്നുമില്ല, മാറ്റില്ല. കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം 2021 വീണ എസ് നായർ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നല്ലൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ്. അവര് മുരളീധരനെ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നാൽ ഭയങ്കര മത്സരമായിരിക്കും നടക്കുന്നത്. മുരളീധരനെ വീണ്ടും വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ, കാരണം മുരളീധരൻ അവിടെ ഗ്രൗണ്ട് ലെവലിൽ നല്ല കണക്ഷനുണ്ട്. മുരളീധരന് തൃശ്ശൂർ തോറ്റവും മുരളീധരൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അത് ഈ പ്രതാപൻ്റെയും പിന്നെ അവൻ്റെയൊക്കെ കയ്യിൽ പോകണ്ട തോറ്റുപോയത്. വടകരയിൽ തന്നെ മുരളീധരൻ തൊട്ടുകയാണെങ്കിൽ വീണ്ടും ജയിച്ചേനെ. പിന്നെ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരേക്ക് മാറിയതും തോറ്റതും നന്നായി എന്ന് ചിലപ്പോൾ മുരളീധരൻ തോന്നുന്നു. UDF അധികാരത്തിൽ വരികയും വട്ടിയൂർക്കാവിൽ അങ്ങനെ അട്ടിമറി വിജയം നടത്തി വരികയും ചെയ്തു കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ എടുക്കേണ്ടി വരും. മുരളീധരൻ വരികയാണെങ്കിൽ ചിത്രം ആകെ മാറും. BJPക്ക് കിട്ടിയിട്ടുള്ള ഈ നായർ വോട്ടുകളും കൂടെ മുരളീധരനിൽ ഇപ്പം ഇങ്ങോട്ട് പിടിക്കാൻ പറ്റും, പ്രത്യേകിച്ചും VV രാജേഷ് സ്ഥാനാർത്ഥിയാണെങ്കിൽ. അല്ലെങ്കിൽ അവർ VV രാജേഷിനേക്കാൾ ജനകീയമായ വേറൊരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം BJP. മുരളീധരൻ്റെ അസാന്നിധ്യം ഉണ്ടാവണം. എന്നാൽ മുരളീധരനല്ല, കോൺഗ്രസ് ആരെങ്കിലും ഒക്കെ പിടിച്ച് നിർത്തുകയാണ്, വീണ എസ് നായരെ പോലുള്ളവരെയൊക്കെ കൊണ്ട് നിർത്തുകയും
ബി കെ പ്രശാന്ത് തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്ന സമയത്ത് BJP നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു പക്ഷേ അട്ടിമറിക്കും സാധ്യതയുള്ള മണ്ഡലമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഫലപ്രവചനം അസാധ്യമായിരിക്കും എന്നുള്ള സ്ഥിതിയാണ് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുകയാണ്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ പിന്നെ പിന്നിൽ നിന്ന് നടത്തുന്ന മുമ്പിലേക്ക് കയറി വന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് പാർലമെന്റിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കൃത്യം 2 വർഷമാകുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇനി അവസാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ അവിടെ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിത്രം ആകെ മാറും. അങ്ങനെ വന്നാൽ പിന്നെ മുരളീധരൻ അവിടെ നിൽക്കില്ല. അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.